നമസ്കാരം. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ രാജഭവനങ്ങളിലൊന്നായ മൈസൂർ പാലസാണ്. കർണാടക സംസ്ഥാനത്തിലെ മൈസൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഭവനം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അദ്ഭുതകരമായ രാജഭവനം കാണാനെത്തുന്നു. മൈസൂർ പാലസ് വൊഡെയർ ഡൈനാസ്റ്റി എന്ന രാജവംശത്തിന്റെ പ്രധാന രാജഭവനമായിരുന്നു. ഈ രാജവംശം നൂറുകണക്കിന് വർഷങ്ങളോളം മൈസൂർ പ്രദേശം ഭരിച്ചു. ആദ്യത്തെ ഭവനം ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. എന്നാൽ പഴയ ഭവനം പലപ്പോഴും തീപിടുത്തം പോലുള്ള ദുരന്തങ്ങളിൽ നശിച്ചു. പിന്നീട് 1912-ൽ ഇന്നത്തെ ഭംഗിയുള്ള രൂപത്തിൽ പുതിയ ഭവനം പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന മൈസൂർ പാലസ് അതിന്റെ ഭംഗിയിലും ശില്പകലത്തിലും ഇന്ത്യയിലെ ഏറ്റവും അതുല്യമായ രാജഭവനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ഭവനത്തിന്റെ നിർമ്മാണ ശൈലി ഇൻഡോ സാരസനിക് ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന പ്രത്യേക രീതിയിലാണ്. ഇന്ത്യൻ, ഇസ്ലാമിക്, ഗ്രീക്ക്, യൂറോപ്യൻ ശൈലികളുടെ സവിശേഷതകൾ ഒന്നിച്ചു ചേർന്നതാണ് ഈ ശൈലി. പുറംഭാഗം നോക്കുമ്പോൾ വലിയ ഗോപുരങ്ങൾ, മനോഹരമായ ഡോമുകൾ, ചുവപ്പ് നിറത്തിലുള്ള മേൽക്കൂരകൾ, സൂക്ഷ്മമായ ശില്പങ്ങൾ എന്നിവ കാണാം. അകത്തു കടന്നാൽ മനോഹരമായ ചിത്രങ്ങൾ, നിറഞ്ഞ ഗ്ലാസ് ജനാലകൾ, അലങ്കാരമുള്ള മേൽക്കൂരകൾ, വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ എന്നിവ നമ്മെ അത്ഭുതപ്പെടുത്തും. ഓരോ ഭാഗത്തും രാജകീയ ഭംഗിയും കലാസൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്നു. ഈ പാലസിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗങ്ങളിലൊന്നാണ് ദർബാർ ഹാൾ. രാജാവിന്റെ പൊതുസമ്മേളനങ്ങൾ നടന്നിരുന്ന സ്ഥലം ഇതാണ്. വലിയ തൂണുകളും മനോഹരമായ അലങ്കാരങ്ങളും നിറഞ്ഞ ഈ ഹാൾ രാജകീയ ശക്തിയുടെ പ്രതീകമായിരുന്നു. മറ്റൊരു മനോഹര ഭാഗമാണ് അംബവിലാസ ഹാൾ. ഇവിടെ രാജകുടുംബത്തിന്റെ പ്രത്യേക ചടങ്ങുകളും ആഘോഷങ്ങളും നടന്നിരുന്നു. ഈ ഹാളിന്റെ മതിലുകളിലും മേൽക്കൂരകളിലും കാണുന്ന കലാപണികൾ അത്യന്തം മനോഹരമാണ്. മൈസൂർ പാലസിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് മൈസൂർ ദസറ ആഘോഷം. ദസറ കാലത്ത് മുഴുവൻ പാലസും ആയിരക്കണക്കിന് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു. രാത്രി സമയത്ത് പാലസ് മുഴുവൻ പ്രകാശത്തിൽ തിളങ്ങുന്ന കാഴ്ച അത്യന്തം മനോഹരമാണ്. ആ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ഈ കാഴ്ച കാണാൻ എത്താറുണ്ട്. ഇന്നുപോലും മൈസൂർ പാലസ് വടയർ രാജകുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. എന്നാൽ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ ഇത് തുറന്നിട്ടിരിക്കുന്നു. അതിനാൽ ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി ഇത് മാറിയിട്ടുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സന്ദർശകർ ഇവിടെയെത്തി രാജകീയ ചരിത്രവും കലാസൗന്ദര്യവും അടുത്തറിയുന്നു. ഇന്ത്യയിലെ രാജഭവനങ്ങളിൽ മൈസൂർ പാലസ് അതിന്റെ ചരിത്രവും കലയും രാജകീയ ഭംഗിയും കൊണ്ട് പ്രത്യേക സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ മൈസൂർ സന്ദർശിക്കുകയാണെങ്കിൽ ഈ അദ്ഭുതകരമായ പാലസ് കാണാതെ യാത്ര പൂർത്തിയാവില്ല.